ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മിസ് കൊമേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് MCOMലെ 3rd സെമിസ്റ്ററിലെ ഫിനാൻസുകാരെ എലക്റ്റീവായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ പേപ്പറാണ് കേട്ടോ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റിൽ നമുക്ക് 5 മൊഡ്യൂൾസാണുള്ളത്. മൊഡ്യൂൾ 1, 2, 3, 4, 5. പിന്നെ 5 മൊഡ്യൂൾസുകൾ 5 ചാപ്റ്റേഴ്സായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ചാപ്റ്ററാണ് കേട്ടോ. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേരാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. പിന്നെ സെക്കൻഡ് ചാപ്റ്റർ ബോണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അനലൈസിസ്, തേർഡ് ചാപ്റ്റർ ഇക്വിറ്റി അനലൈസിസ്, ഫോർത്ത് വന്നിട്ട് പോർട്ട്ഫോളിയോ അനലൈസിസ് ആൻഡ് സെലക്ഷൻ, ഫിഫ്ത്ത് വന്നിട്ട് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളായി വെച്ചിട്ട് നോക്കാം. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്നാണ് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് നോക്കണമല്ലേ. അക്കോർഡിംഗ് ടു ഷാർപ്പ് പ്രകാരമുള്ളൊരു ഡെഫിനേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ദ സാക്രിഫൈസ് ഓഫ് സർട്ടൈൻ പ്രസൻറ്റ് വാല്യൂ ഫോർ സം അൺസർട്ടൈൻ ഫ്യൂച്ചർ വാല്യൂ. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രസൻറ്റ് വാല്യൂ നമ്മളെന്താണ് ഫ്യൂച്ചർ വാല്യൂ, അതായത് അൺസർട്ടൈൻ ആയിട്ടുള്ള ഫ്യൂച്ചർ വാല്യൂയിലോട്ട് സാക്രിഫൈസ് ചെയ്യുന്നതിനാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് 2 കോൺസെപ്റ്റ് പറയുന്നുണ്ട്, എക്കണോമിക് കോൺസെപ്റ്റും ഫിനാൻഷ്യൽ കോൺസെപ്റ്റും. എക്കണോമിക് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ് റിഫേഴ്സ് ടു investment as expenditure on new plants, machinery, capital equipments and so forth with the hope of making added wealth. അതായത് വെൽത്ത് ആഡഡ് ചെയ്യണമെന്ന വിശ്വാസത്തിൽ, അതായത് ഹോപ്പിൽ നമ്മളെന്താണ് മെഷീനറിയിലായിക്കോട്ടെ, പ്ലാന്റിലോ മെഷീനറിയിലോ ക്യാപിറ്റൽ എക്യുപ്മെൻറ്റിലോ എന്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനെയാണ് നമ്മളെന്താ എക്കണോമിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. എക്കണോമിക് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ആലോചിക്കേണ്ടത് എന്താണ്? മേക്കിംഗ് ആഡഡ് വെൽത്ത്, അതായത് വെൽത്ത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന എല്ലാറ്റിനെയും എക്കണോമിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ കോൺസെപ്റ്റ്. ഫിനാൻഷ്യൽ കോൺസെപ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് റിഫേഴ്സ് ടു ദ ഇൻവെസ്റ്റ്മെൻറ്റ് ആസ് എ കമ്മിറ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്സ് ഇൻ ഫിനാൻഷ്യൽ അസറ്റ് വിത്ത് ദ ഹോപ്പ് ഓഫ് ഗെറ്റിംഗ് കറൻറ്റ് ഇൻകം. അതായത് ഫിനാൻഷ്യൽ കോൺസെപ്റ്റിൽ പറഞ്ഞത് കറണ്ട് ഇൻകം കിട്ടുന്നതിന് വേണ്ടിയിട്ട്, കറണ്ട് ഇൻകത്തിന് കിട്ടുന്ന ഹോപ്പിൽ നമ്മൾ ഫിനാൻഷ്യൽ അസറ്റ്സിൽ കമ്മിറ്റ്മെൻറ്റ് നടത്തുന്നതിനെയാണ് പറയുന്നത്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ അസറ്റ്സിൽ കമ്മിറ്റ്മെൻറ്റ് നടത്തുമ്പോൾ കറണ്ട് ഇൻകമായിട്ട് എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്? ഡിവിഡൻഡ് കിട്ടുന്നുണ്ട്, ഇൻട്രസ്റ്റ് ആൻഡ് ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ നമ്മൾ സാധാരണ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ എന്തൊക്കെയാണ് കിട്ടുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയത്ത് നമുക്ക് ഡിവിഡൻഡ് കിട്ടും, ഇൻട്രസ്റ്റ് കിട്ടും, ക്യാപിറ്റൽ ഗെയിൻ ഒക്കെ കിട്ടില്ലേ? അതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിന് നമുക്ക് 2 കോൺസെപ്റ്റായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എക്കണോമിക് കോൺസെപ്റ്റും ഫിനാൻഷ്യൽ കോൺസെപ്റ്റും. അപ്പോൾ ആ 2 കോൺസെപ്റ്റ് നോക്കി വയ്ക്കാം. പിന്നെ അടുത്ത് പറഞ്ഞ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഒന്നും കൂടി ഡിഫൈൻ ചെയ്തിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഡിഫേർഡ് കൺസെപ്ഷൻ ഇൻവോൾവിങ് പർച്ചേസിങ് ആൻഡ് അസറ്റ്സ്, അതുമാതിരി ഗിവിങ് എ ലോൺ, കീപ്പിംഗ് ഓഫ് ഫണ്ട്സ് ഇൻ എ ബാങ്ക് അക്കൗണ്ട് വിത്ത് ദ എയിം ഓഫ് ജനറേറ്റിംഗ് ഫ്യൂച്ചർ റിട്ടേൺ. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് എന്താണ്? പ്രസൻറ്റ് ഫണ്ട് നമ്മൾ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് എന്തിലൊക്കെ ചെയ്യാം? സ്റ്റോക്കിൽ, ബോണ്ടിൽ, മ്യൂച്വൽ ഫണ്ട്സ്, യൂണിറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സുകൾ, പിന്നെ മണി മാർക്കറ്റ് ഫണ്ട്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റും. അപ്പോൾ അതിനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് നോക്കാം. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് റിട്ടേൺ, പിന്നെ റിസ്ക്, പിന്നെ സേഫ്റ്റി, പിന്നെ പറയുന്നത് ലിക്വിഡിറ്റി, ഗ്രോത്ത്, പിന്നെ ട്രാൻസ്ഫറബിലിറ്റി, ടാക്സ് എക്സംഷൻ, പ്രൊട്ടക്ഷൻ ഫോർ ഫ്യൂച്ചർ, പിന്നെ ഹെഡ്ജ് അഗെയിൻസ്റ്റ് ഇൻഫ്ലേഷൻ, പിന്നെ ഫുൾഫിൽമെൻറ്റ് ഓഫ് സോഷ്യൽ എസ്റ്റീം നീഡ്സ്. ഓക്കെ, ഫസ്റ്റ് വന്നിട്ട് റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് ആർ മെയ്ഡ് ഇൻ എക്സ്പെക്റ്റേഷൻ ഓഫ് എ റിട്ടേൺ, അതായത് ദേ ആർ ഇൻകം ആൻഡ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആണ്. ഇൻകം കോമ്പോണൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഡിവിഡൻറ്റും ഇൻട്രസ്റ്റ് ആണ് കിട്ടുന്നത്. ഓക്കെ, ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആയിട്ട് നമുക്ക് കിട്ടുന്നത്? വാല്യൂ ഓഫ് പർച്ചേസ്ഡ് അസറ്റ്സ് ഇൻക്രീസ് ആവുന്നതിനെയാണ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ പറയുന്നത്. അപ്പോൾ നോർമലി നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയത്ത് നമുക്ക് റിട്ടേൺ കിട്ടണം എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരിക്കുമല്ലോ. അതിനെയാണ് നമ്മൾ പറയുന്നത് ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവായിട്ട് റിട്ടേൺ. ഇനി രണ്ടാമത് റിസ്ക് എന്ന് പറയുന്നത്. റിസ്ക് എന്ന് പറയുന്നത് എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റിലും റിസ്ക് ഉണ്ടായിരിക്കും അല്ലേ? ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ റിസ്ക് ടേക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഫ്യൂച്ചറിൽ എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരിക്കും, അതായത് റേറ്റ് ഓഫ് റിട്ടേൺ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നതിനെയാണ് പറയുന്നത് റിസ്ക്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയത്ത് നമുക്ക് കുറേ റിസ്ക് ഉണ്ടായിരിക്കും, അത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പാർട്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ് സെക്യൂരിറ്റീസിലും ബാങ്ക് ഡെപ്പോസിറ്റ്സുകളിലും റിസ്ക് കുറവായിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ അതിൽ. പിന്നെ റിസ്ക് ആൻഡ് റിട്ടേൺ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ഹയർ ദ റിസ്ക് ഹയർ ദ റിട്ടേൺ ആൻഡ് വൈസ് വേഴ്സ. റിസ്ക് കുറയുമ്പോൾ
റിട്ടേണും കുറയും, റിസ്ക് കൂടുമ്പോൾ റിട്ടേണും കൂടും. സേഫ്റ്റി എന്ന് പറയുന്നത് എന്താണ്? എനി പേഴ്സൺ ഹൂ ഇൻവെസ്റ്റ് ഹിസ് മണി ഡിസൈഡ്സ് ദാറ്റ് ഹിസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഷുഡ് ബി സേഫ്. അതായത് ഒരാൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയത്ത് അയാൾ എന്താ വിചാരിക്കുന്നത്? അയാളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സേഫ് ആയിരിക്കണം എന്നല്ല വിചാരിക്കുന്നത്. എവറി ഇൻവെസ്റ്റേഴ്സ് ഡിസൈഡ്സ് ടു ഗെറ്റ് ബാക്ക് ഹിസ് ക്യാപിറ്റൽ ഓൺ മെച്യൂരിറ്റി വിത്തൗട്ട് ലോസ്. അതായത് മെച്യൂരിറ്റീൻ്റെ സമയത്ത് അയാൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ള ഒരു എമൗണ്ട് ഉണ്ടായിരിക്കുമല്ലോ, ആ എമൗണ്ട് അത്രയും നഷ്ടപ്പെടാതെ തിരിച്ചു കിട്ടണമെന്നാണ് അയാൾ ഇപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുന്നത് കേട്ടോ. അതാണ് സേഫ്റ്റി കോൺസെപ്റ്റായിട്ട് പറയുന്നത്. പിന്നെ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് ഇൻവെസ്റ്റേഴ്സിന് എന്താണ്? ക്യാപിറ്റൽ ഗെയിൻ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുമാതിരി ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് മെജോറിറ്റി ഓഫ് ദി ഇൻവെസ്റ്റേഴ്സ് എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രോ ചെയ്യുന്ന സമയത്ത് എന്താ? അയാളുടെ റേറ്റ് ഓഫ് റിട്ടേൺ കൂടും. അല്ല, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയത്ത് റേറ്റ് ഓഫ് റിട്ടേൺ കൂടുന്ന സമയത്ത് അയാൾക്ക് ക്യാപിറ്റൽ ഗെയിൻസുകൾ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് എന്താണ്? ഇപ്പോഴും ഗ്രോത്ത് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? നോർമലി അറിയാം, ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് സെയിലബിളും മാർക്കറ്റബിളും വിത്തൗട്ട് ലോസ് ഓഫ് മണി ദിൽ സെഡ് ടു ബി ലിക്വിഡ്. അതായത് എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ ഈസിലി സെയിലബിളും അതുമാതിരി മാർക്കറ്റബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിന് നമ്മൾ പറയണതാണ് ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് പെട്ടെന്ന് ക്യാഷിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ അസറ്റുകളെയും നമ്മൾ ലിക്വിഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ലിക്വിഡായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയേണ്ടത് ബാങ്ക് ഡെപ്പോസിറ്റ്സുകൾ, ഗ്ലിറ്റ്സുകൾ, ബ്ലൂ ചിപ്സുകൾ, ഗോൾഡ്, ഇതിനൊക്കെ ലിക്വിഡിറ്റി കൂടുതലാണ് കേട്ടോ. അതിവിടെ പറയുന്നുണ്ട്. പിന്നെ ആൾ ഇൻവെസ്റ്റേഴ്സ് നീഡ് ലിക്വിഡിറ്റി ഓഫ് ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് എല്ലാ ഇൻവെസ്റ്റേഴ്സും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് ലിക്വിഡിറ്റി ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ട്രാൻസ്ഫറബിലിറ്റി റിഫേഴ്സ് ടു ദ മിനിമം പ്രൊസീജിയർ, ലെസ് പേപ്പർ വർക്ക്, നോ സ്റ്റാമ്പ് ഡ്യൂട്ടി എക്സെട്ര. അതായത് ട്രാൻസ്ഫറബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ലെസ് പേപ്പർ വർക്ക് ഇല്ലാതെയും അതുമാതിരി മിനിമം പ്രൊസീജിയേഴ്സൊക്കെ വെച്ചുകൊണ്ട് അവരുടെ ഷെയറുകൾ, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ള എന്താണോ അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റണം, അതിനെയാണ് ട്രാൻസ്ഫറബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ടാക്സ് എക്സംഷൻ. അതായത് ഇൻവെസ്റ്റേഴ്സിന് എന്താണ്? ടാക്സ് ബെനിഫിറ്റ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇൻകം ടാക്സ് ആക്ട് പ്രൊവിഷൻസ് ഗിവ്സ് ടാക്സ് കൺസെഷൻ ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പോസ്റ്റ് ഓഫീസ് സേവിംഗ് സ്കീംസ്, LIC പോളിസീസ്, മെഡിക്ലെയിം പോളിസീസ്, PF പ്രൊവിഡൻറ്റ് ഫണ്ട്, PPF, ഇക്വിറ്റി കമ്മിറ്റഡ് മ്യൂച്വൽ ഫണ്ട്സ് സ്കീംസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി, ലോൺസ് ടേക്കൺ ഫോർ ഹൗസ് കൺസ്ട്രക്ഷൻ എക്സെട്ര. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാറ്റിനും എന്താണ്? ടാക്സ് എക്സംഷൻസുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ടാക്സ് പഠിക്കുന്ന സമയത്ത്, അതായത് തേർഡ് സിമ്പിൾ വിഷയം തന്നെയാണ് ടാക്സ് കേട്ടോ, ഇൻകം ടാക്സ്. അപ്പോൾ അതിൽ ഇത് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഇതേമാതിരി കുറച്ച് സാധനങ്ങൾ പറയുന്നുണ്ട് ടാക്സ് എക്സംഷൻ. അപ്പോൾ അതേമാതിരി ഇൻവെസ്റ്റേഴ്സിനും എന്താണ്? ടാക്സ് എക്സംഷൻസ് ഈ സാധനങ്ങൾക്കെല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ പ്രൊട്ടക്ഷൻ ഫോർ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ടു ഫെസിലിറ്റേറ്റ് ആൻഡ് പ്രൊവൈഡ് ഫോർ ഫ്യൂച്ചർ കൺസപ്ഷൻ ഓഫ് ദ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഫാമിലി. അതായത് എന്താ? അയാളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ഇൻവെസ്റ്ററിനും അയാളുടെ ഫാമിലിക്കും വേണ്ടിയിട്ടുള്ളൊരു ഫ്യൂച്ചർ കൺസപ്ഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷനാണ്. അതുമാതിരി ഇൻവെസ്റ്റ്മെൻറ്റ് അതിന് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് ഈസ് ടു പ്രൊട്ടക്റ്റ് ദെയർ ഫ്യൂച്ചർ. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താ? അവരുടെ ഫ്യൂച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഫ്യൂച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കറണ്ട് ഇൻകം എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ട് അവരുടെ ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു. ഇനി എന്താ? ഹെഡ്ജ് അഗെയിൻസ്റ്റ് ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് റിട്ടേൺ ഷുഡ് ബി ഹയർ ദൻ ദ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ. അതായത് എന്താ? ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ നമുക്ക് റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടുമല്ലോ, ആ റേറ്റ് ഓഫ് റിട്ടേൺ നമ്മുടെ ഇൻഫ്ലേഷനെക്കാട്ടിലും കൂടുതലായിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി ഫുൾഫിൽമെൻറ്റ് ഓഫ് സോഷ്യൽ ആൻഡ് എസ്റ്റീം നീഡ്സ്. അതായത് ഒരാൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അതൊരു പക്ഷേ അയാളുടെ സോഷ്യൽ അല്ലെങ്കിൽ എസ്റ്റീം നീഡ്സുകളെല്ലാം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതായത് അതർ മെമ്പർ ആൻഡ് ഹിസ് ഫാമിലി ലീഡ് ടു ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് എസ്റ്റീം നീഡ്സ്. ഫാമിലി മെമ്പേഴ്സുകളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള മെമ്പേഴ്സ് അവരുടെയൊക്കെ ഫുൾഫിൽമെൻറ്റ് ഓഫ് സോഷ്യൽ എസ്റ്റീം നീഡ്സുകളിനെ ഫുൾഫിൽമെൻറ്റ് നടത്താൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 10 ഒബ്ജക്റ്റീവാണ് ഇൻവെസ്റ്റ്മെൻറ്റിന് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റത്തെ വന്നിട്ട് റിട്ടേൺ, റിസ്ക്, സേഫ്റ്റി, പിന്നെ വരുന്നത് ഗ്രോത്ത്, ലിക്വിഡിറ്റി, ട്രാൻസ്ഫറബിലിറ്റി, ടാക്സ് എക്സംഷൻ, പ്രൊട്ടക്ഷൻ ഫോർ ഫ്യൂച്ചർ, ഹെഡ്ജ് അഗെയിൻസ്റ്റ് ഇൻഫ്ലേഷൻ, ഫുൾഫിൽമെൻറ്റ് ഓഫ് സോഷ്യൽ എസ്റ്റീം നീഡ്സ്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്.
ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താ? എക്സ്പെക്റ്റഡ് റിട്ടേൺ. നേരത്തെ പറഞ്ഞു നമ്മളെന്താ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അതന്നെ നമ്മളൊന്ന് എലബറേറ്റ് ചെയ്തെഴുതുക. പിന്നെ റിസ്ക് എന്താ? ഇൻവെസ്റ്റ്മെൻറ്റിൽ റിസ്ക് ഉണ്ടായിരിക്കും. റിസ്ക് ഈസ് ദ ഇൻഹറൻറ്റ് പാർട്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. പിന്നെ സ്റ്റെബിലിറ്റി ഓഫ് ഇൻകം, അതായത് എന്താ? ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയത്ത് സ്റ്റെബിലിറ്റി ഓഫ് ഇൻകം എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ആഡ്വക്കേറ്റും അതുമാതിരി സ്റ്റേബിൾ ആയിട്ടുള്ള റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഒരു ഇൻവെസ്റ്റർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ലിക്വിഡിറ്റി, മാർക്കറ്റബിലിറ്റി നമ്മൾ പറഞ്ഞു. ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റണം. അതായത് ആ അസറ്റോ ഷെയറോ വാട്ട് എവർ ഇറ്റ് ഈസ് അത് നമുക്ക് എന്താ പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റണം. ഈസിലി മാർക്കറ്റബിൾ ആയിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ പർച്ചേസിങ് പവറിൻ്റെ സ്റ്റെബിലിറ്റി, അതായത് കറണ്ട് ഫണ്ട്സ് ആർ സാക്രിഫൈസ്ഡ് വിത്ത് ദ എയിം ഓഫ് റിസീവിങ് ലാർജർ എമൗണ്ട് ഓഫ് ദ ഫ്യൂച്ചർ ഫണ്ട്സ്. ഓക്കെ, കറണ്ട് ഫണ്ടുകൾ നമ്മളെന്താ ഫ്യൂച്ചർ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. അതുകൊണ്ട് ഇൻവെസ്റ്റർ ഷുഡ് കൺസിഡർ ദ പർച്ചേസിങ് പവർ ഓഫ് ദ ഫ്യൂച്ചർ ഫണ്ട്സ്. അതായത് ഫ്യൂച്ചർ ഫണ്ട്സിൻ്റെ പർച്ചേസിങ് പവർ കൺസിഡർ ചെയ്തുകൊണ്ട് വേണം ഇൻവെസ്റ്റർ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്. പിന്നെ ലീഗാലിറ്റി, അതായത് ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് ലീഗലിറ്റി, അതായത് ലോസുകൾ അപ്രൂവ് ചെയ്തിട്ടുള്ള അസറ്റ്സിൽ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലീഗലായിട്ടുള്ള സെക്യൂരിറ്റീസിലോ അസറ്റ്സിലോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പ്രകാരം എന്താണ് ഇൻവെസ്റ്ററിന് ട്രബിൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം ഇൻവെസ്റ്റേഴ്സിന് ഇല്ലീഗലായിട്ടുള്ള സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് നടത്തുന്ന സമയത്ത് അയാൾക്ക് എന്താണ് അയാളുടെ ഇൻവെസ്റ്റ്മെൻറ്റിലും അയാളുടെ റിട്ടേണിലും ഒക്കെ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ലീഗലായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ലോസ് അപ്രൂവ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യായിരിക്കും കൂടുതൽ നല്ലത്. അതുമാതിരി ടാക്സ് കൺസിഡറേഷൻ ഇപ്പോൾ പറഞ്ഞു. ടാക്സ് കൺസിഡറേഷൻ കിട്ടുന്നുണ്ട് കുറേ കാര്യങ്ങളിൽ, മ്യൂച്വൽ ഫണ്ട്സ് അതുമാതിരി എല്ലാത്തിനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടാക്സ് കൺസിഡറേഷനും കൂടി മനസ്സിലാക്കിയിട്ട് ഇവിടെ എഴുതി വയ്ക്കുക. അപ്പോൾ ഇവിടെ 7 പോയിൻ്റാണ് ഉള്ളത് കേട്ടോ. അതായത് എക്സ്പെക്റ്റഡ് റിട്ടേൺ, പിന്നെ റിസ്ക്, പിന്നെ ഇൻകം, സ്റ്റെബിലിറ്റി ഓഫ് ഇൻകം, ലിക്വിഡിറ്റി ഓർ മാർക്കറ്റബിലിറ്റി, സ്റ്റെബിലിറ്റി ഓഫ് പർച്ചേസിങ് പവർ, ലീഗാലിറ്റി, ടാക്സ് കൺസിഡറേഷൻ. ഇനി നീഡ് ആൻഡ് ബെനിഫിറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ നീഡ് ആൻഡ് ബെനിഫിറ്റ്? ഫസ്റ്റ് എന്താ? ഇൻകം. ഒബ്വിയസ്ലി ഇൻകത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. ഇൻകം എന്ന് പറയുന്നത് എന്താണ്? ഇൻകം വിച്ച് ഈസ് കം ഇൻ ദ ഫോം ഓഫ് ഡിവിഡൻഡ് ഓൺ ഷെയർ ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ബോൺസ്. അതായത് ഒരാൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയത്ത് അയാൾക്ക് എന്താ ഇൻകം എങ്ങനത്തെ ഫോമിലാണ് കിട്ടുന്നത്? ഷെയറിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളതെങ്കിൽ എന്താ ഡിവിഡൻ്റാണ് കിട്ടുന്നത്. ഓക്കെ, ഇക്വിറ്റി ഡിവിഡൻറ്റ്, പ്രിഫറൻസ് ഡിവിഡൻറ്റ്, അങ്ങനെയുള്ള ഡിവിഡൻറ്റിലൊക്കെ നമുക്ക് ഡിവിഡൻറ്റ് കിട്ടും. അതുമാതിരി ബോണ്ടിലാണ് നടത്തിയിട്ടുള്ളതെങ്കിൽ എന്താ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും നമുക്ക് ഇൻട്രസ്റ്റ് ആണ് റിട്ടേൺ ആയിട്ട് കിട്ടണത്. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞത്. പിന്നെ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് എന്താ? എവറി ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടെയ്ൻസ് എ സെർട്ടൈൻ പോർഷൻ ഓഫ് റിസ്ക് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് റിസ്ക് കൂടുന്ന സമയത്ത് റിട്ടേണും കൂടും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതന്നെ നമുക്ക് സെയിം പോയിൻ്റ് ഇവിടെ എഴുതാം. പിന്നെ ക്യാപിറ്റൽ അപ്രിസിയേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് നോട്ട് ഓൺലി ഗിവ് റെഗുലർ ഇൻകം ബട്ട് ആൾസോ ഇറ്റ് പ്രൊവൈഡ്സ് ലോങ് ടേം പ്രൈസ് അപ്രിസിയേഷൻ ലീഡ് ടു ഗ്രോത്ത് ഇൻ ക്യാപിറ്റൽ ആൻഡ് വെൽത്ത് ഫോർ ഇൻവെസ്റ്റേഴ്സ്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റെഗുലർ ഇൻകം മാത്രമല്ല കിട്ടുന്നത്, ലോങ് ടേം പ്രൈസ് അപ്രിസിയേഷൻ കിട്ടുന്നുണ്ട്. അത് അയാളുടെ ഗ്രോത്ത് എന്തിനാ ക്യാപിറ്റലിനും അതുമാതിരി വെൽത്ത് ഫോർ ഇൻവെസ്റ്റേഴ്സ്. ക്യാപിറ്റൽ കൂടുന്നു, അതുമാതിരി ഇൻവെസ്റ്ററിന് കൂടുതൽ വെൽത്ത് ഉണ്ടാവുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ക്യാപിറ്റൽ അപ്രിസിയേഷനിൽ പറയുന്നത്. പിന്നെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് എന്താ? അതായത് എന്താണ്? ഇഫ് ഇൻവെസ്റ്റർ വാണ്ട് ടു ബി ഫിനാൻഷ്യലി സെക്യൂർ ആകണമെങ്കിൽ ദെൻ ഇറ്റ് ഈസ് ക്വൈറ്റ് ഒബ്വിയസ് ദാറ്റ് ഹി വിൽ നീഡ് ടു ഹാവ് എൻ എക്സ്ട്രാ മണി and it ensure that he is able to safeguard himself financially against the major financial hardship which they crop up in the future. അതായത് എന്താണ്? ഒരു ഫിനാൻഷ്യലി സെക്യൂരിറ്റി ആവണമെങ്കിൽ അയാൾക്ക് എന്താ എക്സ്ട്രാ മണി ഉണ്ടായിരിക്കണം. അതായത് എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഹാർഡ്ഷിപ്പോ അല്ലെങ്കിൽ അയാളുടെ ഫിനാൻഷ്യൽ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്താ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെന്താ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയത്ത് നമുക്കതൊരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലും അങ്ങനെ ഫിനാൻഷ്യൽ ക്രൈസിസോ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് എക്സ്ട്രാ മണി ഉള്ളതുകൊണ്ട് തന്നെ അത് ക്രോപ്പ് അപ്പ് ചെയ്യാൻ പറ്റും ഫ്യൂച്ചറിൽ കേട്ടോ. അതാണ് പറയുന്നത്. പിന്നെ ക്രിയേഷൻ ഓഫ് വെൽത്ത്, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയത്ത് ഇപ്പോൾ പറഞ്ഞു ക്യാപിറ്റൽ അപ്രിസിയേഷനുള്ള സമയത്ത് എന്താ പറഞ്ഞത്? അയാൾക്ക് വെൽത്തും കൂടുന്നു അയാളുടെ ക്യാപിറ്റലും കൂടുന്നു എന്ന് പറഞ്ഞില്ലേ? അതേമാതിരി തന്നെയാണ് ക്രിയേഷൻ ഓഫ് വെൽത്ത് ഉണ്ടാക്കുന്നു. അതായത് എന്താണ് പറയുന്നത്? എക്സ്ട്രാ ഇൻകം ഹാസ് ബീൻ അക്യുമുലേറ്റഡ് ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് ലൈക്ക് ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഡിവിഡൻഡ് ഓർ ഇൻകം ഫ്രം ദ സെയിൽ ഓഫ് പ്രോപ്പർട്ടി ക്യാൻ ബി റീഇൻവെസ്റ്റഡ്
ഫർദർ ഇൻ അതർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് സംതിങ് എൽസ്. ഓക്കെ, അതായത് എന്താണ്, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയത്ത് അയാൾക്ക് കിട്ടുന്ന ഡിവിഡൻഡോ ഇൻകം എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇല്ല, ആ സാധനങ്ങളൊക്കെ നമുക്ക് റീഇൻവെസ്റ്റ് നടത്താൻ പറ്റും. മറ്റുള്ള ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സിൽ റീഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ എന്താ, അയാൾക്ക് വീണ്ടും പ്രോഫിറ്റ് കിട്ടുന്നുണ്ടല്ലോ. അങ്ങനെ അയാളുടെ വെൽത്തിന് കൂടുതൽ എന്താണ്, വെൽത്ത് നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റുന്നു, അതുമാതിരി വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അച്ചീവിങ് ഫിനാൻഷ്യൽ ഗോൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ അയാൾക്ക് എന്താ, കാറ് വാങ്ങണം, അതായത് വീട് വെക്കണം, അങ്ങനെയുള്ള, പിന്നെ വേൾഡ് ഹോം ടൂർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഫിനാൻഷ്യലായിട്ടുള്ള ഗോൾസുകൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്നു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ. അതിൽ നിന്നും കിട്ടുന്ന റവന്യൂസിൽ നിന്നും, അതായത് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് കിട്ടുന്ന റവന്യൂവിൽ നിന്നും അവരുടെ ഫിനാൻഷ്യലായിട്ടുള്ള ഗോൾസുകൾ അച്ചീവ് ചെയ്യാൻ ഒന്നും കൂടി ഹെൽപ്പ് ചെയ്യുന്നു. അതായത് ഫിനാൻഷ്യൽ ഗോൾസ് മോട്ടീവ് എ പേഴ്സൺ ടു വർക്ക് ഹാർഡർ ആൻഡ് ഇൻവെസ്റ്റ്. ഫിനാൻഷ്യൽ ഗോൾസുകൾ അവരെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നു, അതുമാതിരി എന്താണ്, നന്നായിട്ട് ഹാർഡായിട്ട് വർക്ക് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ ഹൈലി റെഗുലേറ്റഡ് മാർക്കറ്റ്, അതായത് എന്താ, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് ഹൈലി റെഗുലേറ്റഡ് ത്രൂ ദ സ്റ്റാറ്റ്യൂട്ടറി ഏജൻസി ലൈക്ക് സെബിയിലൂടെയൊക്കെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ സെബിയൊക്കെ അപ്രോച്ച് ചെയ്തിട്ടുള്ള, അതായത് റെഗുലേറ്ററി ആയിട്ടുള്ള ഷെയറുകൾ വിൽക്കുന്ന സാധനത്തിലൂടെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് കൂടുതൽ, അതായത് ഇൻവെസ്റ്റേഴ്സിന് എന്തെങ്കിലും ചീറ്റിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് സെബിയിലൂടെയൊക്കെ കവർ ചെയ്തെടുക്കാൻ പറ്റും. അവർ കൂടുതൽ ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ടാക്സ് അഡ്വാൻറ്റേജസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ടാക്സ് അഡ്വാൻറ്റേജസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നെ കോൺഫിഡൻഷ്യാലിറ്റി കാര്യങ്ങൾ പറയാം. പിന്നെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയത്ത് എന്താ, ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രൈസിൻ്റെ അക്കോർഡിംഗ് ആയിട്ട് നമുക്ക് എന്താണ്, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ്, ഫ്ലെക്സിബിലിറ്റി അവിടെ ഉണ്ടാകുന്നു. അതായത് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനും അതിനനുസരിച്ച് അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഫ്ലെക്സിബിളാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ള സാധനമാണ്. അപ്പോൾ ബെനഫിറ്റും അഡ്വാൻറ്റേജസിൽ നമ്മൾ ഫസ്റ്റ് പറയണത് ഇൻകം പറഞ്ഞു, രണ്ടാമത്തത് റിസ്ക് ഫാക്ടർ, ക്യാപിറ്റൽ അപ്രിസിയേഷൻ, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ക്രിയേഷൻ ഓഫ് വെൽത്ത്, അച്ചീവിങ് ഫിനാൻഷ്യൽ ഗോൾസ്, ഹൈലി റെഗുലേറ്റഡ് മാർക്കറ്റ്, ടാക്സ് അഡ്വാൻറ്റേജ്, കൊളാട്രൽ, കോൺഫിഡൻഷ്യാലിറ്റി, ഫ്ലെക്സിബിലിറ്റി. ഇനി അസറ്റ് ക്ലാസിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ, അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കാം, വായിച്ച് നോക്കിയാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അതായത് ബോണ്ട് എന്താണ്, ഇക്വിറ്റി എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രോസസ്സിൽ എന്തൊക്കെയാണ് വരുന്നത്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മൾ എന്തൊക്കെ പ്രോസസ്സാണ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് ഡിഫൈനിങ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ്. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ റിസ്ക്കും റിട്ടേണൊക്കെ ആയിട്ട് മനസ്സിലാക്കിയിട്ട്, റിസ്ക്കും റിട്ടേൺ എത്രത്തോളം ഉണ്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം അതിനനുസരിച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ പ്രോസസ്. ഇൻവോൾവ്സ് സ്പെസിഫിക്കേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ്, ഇൻവെസ്റ്റ്മെൻറ്റ് കൺസ്ട്രെയിൻസ്, ഫണ്ട് അവൈലബിൾ ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റ് ആൻഡ് ടാക്സ് സ്റ്റാറ്റസ് ഓഫ് ദ ഇൻവെസ്റ്റർ. അതായത് ഇൻവെസ്റ്ററിൻ്റെ ടാക്സ് സ്റ്റാറ്റസും ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റിൽ എത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ട്, അതുമാതിരി എത്രത്തോളം ഫണ്ട് അവൈലബിൾ ആണ്, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കൺസ്ട്രെയിൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റിൽ എത്രത്തോളം റിസ്ക് ഉണ്ട്, റിട്ടേൺ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ കറണ്ട് ഇൻകം, ക്യാപിറ്റൽ അപ്രിസിയേഷൻ, സേഫ്റ്റി ഓഫ് പ്രിൻസിപ്പിൾ, അങ്ങനെയുള്ള കാര്യം ഉണ്ടല്ലോ. അതായത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ഫസ്റ്റ് എന്തൊക്കെ സ്റ്റെപ്പുകളാണ് ഫോളോ ചെയ്യുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കണം. പിന്നെ അനലൈസിങ് സെക്യൂരിറ്റി, രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് അനലൈസിങ് സെക്യൂരിറ്റീസ് ആണ്. സെക്കൻഡ് സ്റ്റെപ്പ് അനലൈസിങ് സെക്യൂരിറ്റീസ് എനേബിൾസ് ദ ഇൻവെസ്റ്റേഴ്സ് ടു ഡിസ്റ്റിങ്ക്യൂഷ് ബിറ്റ്വീൻ അണ്ടർ പ്രൈസ്ഡ് ആൻഡ് ഓവർ പ്രൈസ്ഡ് സ്റ്റോക്കുകൾ. Return can be maximized by investing in stock which are currently underpriced but have a potential to increase. അതായത് നമ്മളെന്താ, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മൾ പ്രൈസ് കുറവുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടല്ലോ, അതായത് സെക്യൂരിറ്റീസ്, ഷെയർ, സ്റ്റോക്സുകൾ, അങ്ങനെയുള്ളതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്താണ്. ബട്ട് അവർക്ക് ആ സ്റ്റോക്കുകൾക്കൊക്കെ എന്താണ്, ഫ്യൂച്ചറിൽ ഇൻക്രീസ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ കൂടി നോക്കണം. നമ്മൾ സാധാരണ ഒരു സാധനത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയത്ത് എന്താ, ആദ്യം പ്രൈസ് കുറവുള്ള സാധനത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. അതിന് ഫ്യൂച്ചറിൽ ഇത്ര വർഷം, അതായത് 5 അല്ലെങ്കിൽ 6, 7 എത്ര വർഷത്തേക്കാണോ നമ്മൾ മെച്യൂരിറ്റി വെക്കുന്നത്, ആ കാലയളവിൻ്റെ ഉള്ളിൽ അതിൻ്റെ പ്രൈസ് കൂടാൻ പൊട്ടൻഷ്യാലിറ്റി ഉള്ളതിന് വേണ്ടിയിട്ട് ഉള്ള സെക്യൂരിറ്റീസിലാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റിൽ നടത്തുന്ന സമയത്ത് നമ്മുടെ
ഇൻവെസ്റ്റഡ് എമൗണ്ട് നമ്മുടെ കുറവും അതുമാതിരി റേറ്റ് ഓഫ് റിട്ടേൺ കൂടുതലായിട്ടുള്ള അസറ്റ്സിൽ വേണം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ. അപ്പോൾ അങ്ങനെയുള്ള സെക്യൂരിറ്റീസ് അനലൈസ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? കൺസ്ട്രക്റ്റിംഗ് എ പോർട്ട്ഫോളിയോ ടു മിനിമൈസസ് റിസ്ക്. ഓക്കെ, പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ എന്താണ്? പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ ഒരു കണ്ടമാനം നമ്മൾ എന്താണ് സ്റ്റോക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരു 100% ആണ് നമ്മുടെ ബഡ്ജറ്റ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ 25% നമ്മളെന്താ ഷെയറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു, 25% സ്റ്റോക്കിൽ, 25% ബോണ്ടിൽ ആൻഡ് 25% നമ്മളെന്താ ഗോൾഡിലാക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ ഗോൾഡിൽ ഇപ്പോൾ എന്തെങ്കിലും ക്രൈസിസ് സംഭവിക്കുകയാണ്, റൈറ്റിൽ ക്രൈസിസ് സംഭവിക്കുകയാണെങ്കിൽ, പെർഫോമൻസസ് പുവറാണെങ്കിൽ ആ ഒരു റിസ്ക് നമുക്ക് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്കിയുള്ള അസറ്റ്സുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. ആ ബാക്കിയുള്ള ഫിനാൻഷ്യൽ അസറ്റ്സുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിലൂടെ ഈ ഗോൾഡിൽ ഉണ്ടാകുന്ന ലോസ് ഉണ്ടല്ലോ അത് നമുക്ക് എന്താ കവറപ്പ് ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ള രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനെയാണ് നമ്മൾ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു അസറ്റിൽ നമുക്ക് എന്തെങ്കിലും ലോസ് സംഭവിക്കുകയാണെങ്കിൽ അത് നമുക്ക് എന്താ മറ്റുള്ള അസറ്റ്സിൽ നിന്ന് കവറപ്പ് ചെയ്യാൻ പറ്റിയ രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനെയാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പോർട്ട്ഫോളിയോയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മളുടെ റിസ്ക് മിനിമൈസ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. ഒരെണ്ണത്തിലെ നഷ്ടം മറ്റുള്ളതിൽ നിന്നും നികത്താൻ പറ്റിയ രീതിയിലാണ്. അപ്പോൾ കൺസ്ട്രക്റ്റിംഗ് ഈ പോർട്ട്ഫോളിയോ ടു മിനിമൈസസ് റിസ്ക്. അപ്പം ഒന്നിൽ കൂടുതൽ ഷെയറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയത്ത് എന്താണ് ആ റിസ്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നു. പിന്നെ ഇവാലുവേറ്റിംഗ് ദ പെർഫോമൻസസ് ഓഫ് ദ പോർട്ട്ഫോളിയോ. അപ്പോൾ പോർട്ട്ഫോളിയോ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്താ ഇവാലുവേറ്റ് ചെയ്യുക. എല്ലാ പെർഫോമൻസുകളും പോർട്ട്ഫോളിയോയിലെ ഓരോ അസറ്റ്സുകളെയും ഷെയറിൻ്റെ പെർഫോമൻസുകൾ ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും റിസ്കുകൾ വരാനുള്ള സാധ്യത ഉണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും അസറ്റ്സുകളിൽ എന്താ നമ്മുടെ സെക്യൂരിറ്റീസിൽ പ്രൈസ് കൂടുതലാവുണ്ടോ നമുക്ക്, അതായത് റേറ്റ് ഓഫ് റിട്ടേൺ കൂടുതലാവാൻ സാധ്യത ഉണ്ടോ എന്നൊക്കെ നോക്കണം. അതുമാതിരി റിവൈസിങ് ദ പോർട്ട്ഫോളിയോ. അതിന് ശേഷം നമ്മൾ പോർട്ട്ഫോളിയോസ് റിവൈസ് ചെയ്യാം. വീണ്ടും അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുക. എന്തൊക്കെ റിസ്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ അസറ്റ് നല്ല രീതിയിലാണോ പോകുന്നത്, അതുമാതിരി ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടാൻ സാധ്യത ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാം. അപ്പോൾ ആ 5 സ്റ്റെപ്പുകളാണ് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രോസസ്സിൻ്റെ 5 സ്റ്റെപ്പ്. ഫസ്റ്റ് വൺ ഡിഫൈനിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ്, അനലൈസിങ് ഓഫ് സെക്യൂരിറ്റീസ്, കൺസ്ട്രക്റ്റിംഗ് എ പോർട്ട്ഫോളിയോ ടു മിനിമൈസസ് റിസ്ക്, ഇവാലുവേറ്റിംഗ് ദ പെർഫോമൻസസ് ഓഫ് ദ പോർട്ട്ഫോളിയോ, റിവൈസിങ് ദ പോർട്ട്ഫോളിയോ. ഓക്കെ, 5 സ്റ്റെപ്പുകൾ പറഞ്ഞു. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഇൻവെസ്റ്റ്മെൻറ്റും സ്പെക്കുലേഷൻ തമ്മിലുള്ള ഡിഫറൻസ്. ഇൻവെസ്റ്റ്മെൻറ്റും സ്പെക്കുലേഷൻ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താ നമ്മൾ ലോങ് പീരീഡിലോട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. പക്ഷേ സ്പെക്കുലേഷൻ എല്ലാവർക്കും അറിയും വിചാരിക്കുന്നു, ഊഹക്കച്ചവടം എന്നൊക്കെ നമ്മൾ പറയും കേട്ടോ. അത് ഷോർട്ട് പീരീഡിലോട്ട് വേണ്ടിയിട്ടുള്ളതാണ്. അതുമാതിരി ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെന്താ മോഡറേറ്റ് റിസ്ക് ആണ്. പക്ഷേ സ്പെക്കുലേഷനിൽ എന്താ ഹൈ റിസ്ക് ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. സ്പെക്കുലേഷനിൽ കൂടുതൽ റിസ്ക് ഉണ്ടായിരിക്കും. അതുമാതിരി ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് മോട്ടീവ് എന്ന് പറയുന്നത് എന്താ റിട്ടേൺ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഇൻകം ബേസ്ഡ് ആണുള്ളത്, മറ്റത് ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടുള്ളതാണ്. സ്പെക്കുലേഷൻ എന്ന് പറയുന്നത് എന്താ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടും, ഇൻവെസ്റ്റ്മെൻറ്റ് പറയുന്നത് റിട്ടേൺ എന്ന കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇൻവെസ്റ്റേഴ്സ് യൂസസ് ഹിസ് ഔൺ ഫണ്ട് ആൻഡ് അവോയ്ഡ് ബോറോഡ് ഫണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയത്ത് നമ്മളെന്താ സ്വന്തമായിട്ടുള്ള പൈസയ്ക്കാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. ബോറോഡ് ഫണ്ടൊക്കെ ഉപയോഗിക്കുന്നത് കൂടുതൽ റിസ്ക് സംഭവിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അതിനെ നമ്മൾ കൂടുതൽ അവോയ്ഡ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. സ്പെക്കുലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ബോറോഡ് ഫണ്ടും നമ്മുടെ ഔൺ ഫണ്ടും ഉപയോഗിച്ചിട്ട് സ്പെക്കുലേഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ അതൊരു ഡിഫറൻസ് ഉണ്ട്. സ്പെക്കുലേഷൻ്റെ കുറച്ചുകൂടി വലുതായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ബ്രോഡായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കി വായിച്ച് നോക്കാം. ഇനി അടുത്തത് എന്താണ് ഗ്യാംബ്ലിങ് എന്ന് പറയുമ്പോൾ എന്താ ചൂതാട്ടം അങ്ങനെയൊക്കെ ഇല്ലേ. ചൂതാട്ടം എന്നൊക്കെ പറയണത് എന്താ സാധാരണ ഹോഴ്സ് റേസ്, കാർഡ് ഗെയിം, ലോട്ടറിയൊക്കെ ഇതുണ്ടല്ലോ, ഒരു ഭാഗ്യപരീക്ഷണം എന്ന് പറയുന്ന മാതിരിയുള്ള കാര്യങ്ങളല്ലേ അതൊക്കെ. അപ്പോൾ ഗ്യാംബ്ലിങ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് പ്ലഷർ ആൻഡ് പെയിൻ. അതായത് ഒന്നുമില്ലെങ്കിൽ നല്ല പ്ലഷർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവിടെ ഒരു പെയിന് സംഭവിക്കും. ലേസി പേഴ്സൺസിന് മണി ഈസി ആയിട്ട് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെയാണ് നമ്മൾ സാധാരണ ഗ്യാംബ്ലിങ്ങിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് കേട്ടോ. അതായത് ഗ്യാംബ്ലിങ് എന്ന് പറയുന്നത് വെരി ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എ ഗെയിം ഓർ എ ചാൻസ് എന്ന് പറയുന്നതാണ്. കുറച്ചും കൂടി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഒക്കെ ഒന്ന് വായിച്ച് നോക്കുക. പിന്നെ ഗ്യാംബ്ലിങ്ങിനെ നമുക്ക് ഡിഫറൻസ് ആയിട്ട് പറയാം. ഗ്യാംബ്ലിങ് എന്ന് പറയുന്നത് എന്താ ഒരു ഷോർട്ട് പീരീഡിലോട്ട് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞു ലോങ് പീരീഡിലോട്ട് വേണ്ടിയിട്ടുള്ളതാണ്. ഗ്യാംബ്ലിങ് എന്ന് പറയുന്നത് റിട്ടേൺ അലോങ് വിത്ത് എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. ഗ്യാംബ്ലിങ് അതായത് ഒരു ഗെയിം മാതിരിയല്ല, അപ്പോൾ അത് എൻജോയ്മെൻറ്റും ഉണ്ട്, ഓൾസോ റിട്ടേൺ ഉണ്ടായിരിക്കും.
പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ റിട്ടേൺ എയിം ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, ഗാംബ്ലിംഗ് എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ റിസ്ക് ആണ്. ഗാംബ്ലിങ്ങിൽ ഒരു ആർട്ടിഫിഷ്യൽ റിസ്ക് ആണ് ഇൻവോൾവ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ കൊമേഴ്ഷ്യൽ റിസ്ക് ആണ് കേട്ടോ ഇൻവെസ്റ്റ്മെൻറ്റിൽ വരുന്നത്. പിന്നെ ഗാംബ്ലിങ്ങിൽ എന്ന് പറയുന്നത് എന്താ, നോ അനലൈസിസ് ഓഫ് റിസ്ക് ആൻഡ് റിട്ടേൺ. ഗാംബ്ലിങ്ങിൽ എന്താ, റിസ്കിൻ്റെ റിട്ടേണിൻ്റെ നമ്മൾ അനലൈസ് ചെയ്യുമില്ല. അതൊരു ഭാഗ്യപരീക്ഷണ മന്ത്രി. ഇപ്പോൾ ലോട്ടറി എടുത്തു വിചാരിച്ചോ, അടിച്ചു ഇല്ലെങ്കിൽ അടിച്ചില്ല അങ്ങനെ പറയുന്ന മന്ത്രിയാണ്. അപ്പോൾ അവിടെ റിസ്കിനെ അനലൈസ് ചെയ്യുന്നില്ല. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റിൽ എന്താണ്, നമ്മൾ റിസ്കിനെ അനലൈസ് ചെയ്യുന്നുണ്ട്. റിസ്കിനെയും റിട്ടേണിനെയും അനലൈസ് ചെയ്തിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. അതർവൈസ് ഇൻവെസ്റ്റേഴ്സിന് എന്താ, അവിടെ ലോസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ എന്ന് പറയണത്. ഇനി ഞാൻ പ്രോബ്ലത്തിൻ്റെ വീഡിയോ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് പാർട്ട് ആയിട്ട് അടുത്ത പ്രോബ്ലംസുകൾ ഇടാം കേട്ടോ. ഓക്കെ, താങ്ക് യു.